ജങ്ക് ജക്ക് ചക്ക് ചക്ക് ജങ്ക് ജക്ക് ച ജങ്ക് ജക്ക് ചക്ക് ചക്ക് ജങ്ക് ജക്ക് ച. സൂപ്പർ. അപ്പൊ ശരിക്കും യമുന ആറ്റിലെ എന്നുള്ളൊരു പാട്ട് ശരിക്കും ഞങ്ങൾക്ക് ചേച്ചിന്റെ വോയിസിൽ കേൾക്കാൻ പറ്റിയേനെ അല്ലേ? ഞാനത് വെറുതെ യൂട്യൂബിൽ പാടിയിട്ടിട്ടുണ്ട്. അതിൽ കയറി കുഴപ്പമില്ല. യൂട്യൂബിലല്ല, എൻ്റെ ഫേസ്ബുക്കിലുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടത്. പിന്നെ പിന്നെ വേറെ ഏത് പാട്ടാ അതില്? കാട്ടുക്കുയിലെ മനസ്സുക്കുള്ളെ പാട്ടുക്കെൻറും പഞ്ചമില്ല പാടത്ത ഡാൻസ് കളിച്ച് ബാലുങ്കളും ദാസങ്ങളും കൂടി പാടിയ പാട്ട്. പാടിയത്. എല്ലാരും മൊത്തത്തിലെ സന്തോഷ തെപ്പത്തിലെ തള്ളാടും നേരത്തിലെ ഉല്ലാസ നെഞ്ചത്തിലെ അങ്ങനെ ഒരു പാട്ട്. ചേച്ചി ഇതൊക്കെ പാടുമ്പോ ഒരു നൊസ്റ്റാൾജിയ. പിന്നെ ആ ഒരു എന്താ പറയാ, അതൊക്കെ എനിക്ക് ബ്ലെസ്സിങ്സ് ആയിട്ട് ഞാൻ കരുതാണ്. ഭയങ്കര സുഖമാണ് ആ ഓർമ്മകളൊക്കെ. ശരിക്കും SPBന്റെ കൂടെ അദ്ദേഹത്തിന്റെ കൂടെ ആണെങ്കിലും മനോ സാറിന്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നല്ല മോനെ അതിന് പറയണം. എനിക്കൊരിക്കലും അവരൊന്നും ഫ്രണ്ട്സ് അല്ല. ഞാൻ അത്രയ്ക്ക് ഭക്തിയോടെ ഓർക്കുന്ന വ്യക്തികളാണ് അവരൊക്കെ. എൻ്റെ ലൈഫിൽ അവരൊക്കെ തന്നിട്ടുള്ള ഒരു സ്നേഹം, വാത്സല്യം, റെസ്പെക്റ്റ് എന്നൊക്കെ പറയണത് അത് വാക്കുകൾ കൊണ്ട് എനിക്കത് വർണ്ണിക്കാൻ പറ്റില്ല. കാരണം ഞാനൊരു ചെറിയ കുട്ടി ആദ്യമായിട്ട് അവരെ അത്രയും സീനിയേഴ്സ് ഉള്ള ഒരു സ്ഥലത്ത് പുതിയതായിട്ട് ചെന്ന ഒരു കുട്ടിയോട് പെരുമാറുന്ന ആ ഒരു രീതികളെ ആയിരുന്നില്ല എന്നോട്. അത്രയും എന്നെ അവർ പ്രോത്സാഹിപ്പിച്ചിരുന്നു, റെസ്പെക്റ്റ് തന്നിരുന്നു. കുട്ടിയാണ് എന്ന് വിചാരിച്ച് അങ്ങനെ ഒരിക്കലും ഞാൻ മാറ്റി നിർത്തപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ വാസുവങ്കിൾ, മലേഷ്യ വാസുദേവൻ സാറ്, എല്ലാവരോടൊപ്പം പാടാനും പറ്റി. അതൊക്കെ ഞാൻ ഭക്തിയോടെ ഒരു പ്രാർത്ഥനയെ ഓർക്കുന്നത് പോലെ ഞാൻ ചിന്തിക്കുന്ന എൻ്റെ ഭാഗ്യങ്ങളാണത്. ഓക്കെ ചേച്ചി, ഇപ്പോൾ ഇവിടെ നാട്ടിൽ നിന്ന് ആണ് പെട്ടെന്ന് ചെന്നൈയിലേക്ക് പോകുന്നത്. രാജാ സാറ് വിളിച്ചിട്ട് അത് ഒരു സ്റ്റോറി ഉണ്ടല്ലോ, കൃഷ്ണ. അതെ, ജയചന്ദ്രൻ സാറാണ് അതിന്റെ. അദ്ദേഹത്തിന് ഫോൺ എടുക്കാഞ്ഞിട്ട് കുറെ വഴക്കൊക്കെ കിട്ടി. പിന്നെ അവിടെ എത്തി. ശരിക്കും ചെന്നൈയിൽ എത്തിയപ്പോ ചേച്ചി ഫോൺ, എൻ്റെ വീട്ടില് ഫോണില്ല. കീഴ്മാട് പഞ്ചായത്തിലെ ഫോണാണ് എൻ്റെ ഫോൺ. പഞ്ചായത്തില് ഫോൺ ബെല്ലടിക്കുന്നുണ്ടെങ്കിൽ അത് മിനിക്കുട്ടിക്കുള്ളതാണ്. അങ്ങനെയായിരുന്നു അന്ന്. ഓക്കെ അങ്ങനെ ചേച്ചി ചെന്നൈയിലെത്തി. ആ ഒരു ലൈഫ് സ്റ്റൈല് പെട്ടെന്ന് ചേച്ചി നാട്ടിൽ എത്രയും ഒരു ചേച്ചിൻ്റെ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ അവിടെ എത്തി ആ ഒരു ലാംഗ്വേജ് പഠിക്കലും അവിടുത്തെ ആൾക്കാരായിട്ട് പൊരുത്തപ്പെട്ടു പോകലും അത് എങ്ങനെയായിരുന്നു? കടുകട്ടിയായിരുന്നു. ഞാൻ വിചാരിക്കും ഞാൻ തമിഴാണ് പറയണതെന്ന്. പക്ഷെ ഞാൻ മലയാളം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കുറേ നാളങ്ങനെയായിരുന്നു. പക്ഷെ ചെന്ന് 3 ആഴ്ചയ്ക്കുള്ളിൽ ഞാൻ തമിഴ് എഴുതാൻ പഠിച്ചു. സംസാരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എഴുതാൻ പഠിച്ചു ഞാൻ. തമിഴ് നല്ലോണം എഴുതും. അതെനിക്കറിയില്ല. ഞാനിങ്ങനെ മറ്റുള്ളവരുടെ കാര്യമൊന്നും എനിക്കറിയില്ല. ഞാനിങ്ങനെയാണ്. ഞാൻ എഴുതാൻ പഠിച്ചു. നന്നായിട്ട് എഴുതും, തമിഴ് വായിക്കും. പക്ഷെ എനിക്ക് സംസാരിക്കാൻ നമ്മൾ എഴുതുന്ന അതേപോലെ അല്ലല്ലോ സംസാരം വ്യത്യാസമുണ്ട്. അപ്പോൾ അതെനിക്ക് കുറേയൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ സ്റ്റുഡിയോയിൽ എല്ലാവരും പാപ്പ, അമ്മ എന്നൊക്കെ പറഞ്ഞിങ്ങനെ തമിഴിൽ നമ്മളോട് സംസാരിക്കുമ്പോൾ അത് കേട്ട് ഞാൻ തിരിച്ചു പറയണതെല്ലാം മലയാളമാണ്. പക്ഷെ കേട്ട് 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 കുറേ നാൾ കഴിഞ്ഞപ്പോൾ പഠിച്ചെടുത്തു. ഓക്കെ, ചേച്ചീൻ്റെ അടുത്ത് അതല്ല ഇളയരാജ സാറിനെ മീറ്റ് ചെയ്തതും കാര്യങ്ങളൊക്കെ ചേച്ചി കുറേ പറഞ്ഞിട്ടുണ്ട്. AR റഹ്മാൻ സാറിന് ചേച്ചി ഈ റോജൻ്റെ ആ ഒരു ടൈമിലാണോ ചേച്ചി കാണുന്നത്, അതോ ഇതിനും വേണ്ടിയിട്ട് വേറെ ടൈമിൽ മീറ്റ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും? റഹ്മാൻ സാറിന് ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്നത് അർജുന മാഷിനെ കാണാൻ വേണ്ടി CO ആൻഡോ അങ്കിളുടെ വൈഫ് എന്നെ
അർജുന മാഷ് അവിടെ ആണല്ലോ താമസിക്കാറ്. റഹ്മാൻ സാറിൻ്റെ വീടിൻ്റെ ഒരു ചെറിയ വേറൊരു പോർഷനിലാണ് മാഷ് അവിടെ വന്ന് താമസിക്കുക. അപ്പോൾ ആൻറ്റി ഒരു ദിവസം ആൻറ്റിയും ആൻറ്റും അങ്കിളും രണ്ടുപേരും അർജുന മാഷിനെ കാണിക്കാൻ എന്നെ കൊണ്ടുപോയി. മാഷിനെ ഞാൻ നാട്ടിൽ വെച്ച് കാണാറുണ്ട്, കണ്ടിട്ടുണ്ട്, പാടിയിട്ടുണ്ട്, ഒത്തിരി പാട്ടുകൾ പാടിയിട്ടുണ്ട്. പക്ഷേ അവിടെ വന്നപ്പോൾ എന്നെ കൊണ്ടുപോയി അവർ. അന്ന് അപ്പച്ചൻ നാട്ടിലായിരുന്നു. അപ്പോൾ അവിടുത്തെ അങ്കിളിൻ്റെ മക്കളെയും എന്നെയും കൂടി മാഷിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അങ്ങനെ കണ്ട് അവിടെ ചെന്നപ്പോൾ അമ്മേനെയൊക്കെ പരിചയപ്പെട്ടു, റഹ്മാൻ സാറിൻ്റെ അമ്മേനെ പരിചയപ്പെട്ടു. അതിനുശേഷം വീട്ടിൽ തിരിച്ചു വന്നു. പിന്നെ രാജ്കോട്ടി സാറിൻ്റെ തെലുങ്ക് വർക്കുകൾക്ക് പോകുമ്പോൾ അത് ചിലപ്പം ഈ ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമിൽ ഞാൻ വോയിസ് മാത്രം മിക്സ് ചെയ്യാൻ പോകും. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ സ്റ്റുഡിയോയിൽ കൺസോൾ റൂമിൽ ഒരു സൈഡിൽ ഇങ്ങനെ കുറേ റാക്കുകളിൽ ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ച് അതിൻ്റെ നടുക്കൊരു കുഞ്ഞാൾ ഇവിടെ ഇരിക്കുന്നുണ്ടാവും. അതായിരുന്നു എ റഹ്മാൻ. പക്ഷെ അന്നൊന്നും അങ്ങനെ ഞാനും കുട്ടി അതും കുട്ടി അങ്ങനെ സംസാരിക്കുകയൊന്നുമില്ല. കാണുമ്പോൾ ഹായ് എന്ന് പറയും. പല പ്രാവശ്യം കാണുമ്പോൾ പരിചയമാവുമല്ലോ, അപ്പോൾ ഹായ് എന്ന് പറയും, അത്രേ ഉള്ളൂ. പിന്നെ അങ്ങനെ ഓരോ വർക്കുകൾക്കും അങ്ങനെ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം 1-2 പ്രാവശ്യം എന്നെ ജിങ്കിൾസ് പാടാൻ വിളിച്ചു. അങ്ങനെയാണ് സാറിനെ പരിചയം. അന്ന് റഹ്മാൻ എന്നുള്ള പേര് സ്വീകരിച്ചിട്ടില്ല, ദിലീപ് എന്നാണ് അന്ന് അറിയപ്പെടുന്നത്. എന്നാലും അങ്ങനെ പേര് വിളിച്ച് ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടൊന്നുമില്ല. എന്നോട് എന്ത് പറയുന്നോ അത് ഞാൻ ചെയ്യും, പോരും. ചേച്ചി അങ്ങനെ തന്നെയായിരുന്നു അല്ലേ? അതായത് അധികം സംസാരവും ഒന്നും സംസാരിക്കില്ല. റഹ്മാൻ സാറിന്റെ കൂടെയുള്ള വർക്ക് ടൈം എങ്ങനെയായിരുന്നു ചേച്ചി? അതല്ലേ ഇത് പറയും, കേൾക്കും, പാടും, പോരും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതിൽ വേറെ തമാശ പറഞ്ഞ് അങ്ങനെ ചിരിക്കലോ അങ്ങനെ അത് ആരുടെ അടുത്തും ഇല്ല. അന്നൊന്നും ഇല്ല അങ്ങനെ. മീൻസ് ഞാൻ അങ്ങനെ ആയിരുന്നില്ല എന്ന് മാത്രം. മറ്റുള്ളവരങ്ങനെ ആയിരുന്നോ എന്ന് ചോദിച്ചാൽ അത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ചേച്ചിൻ്റെ അടുത്ത് അത് ചോദിക്കൂല. ഞാൻ ഫസ്റ്റ് ഞാൻ ചേച്ചിക്ക് ഒരു പേരിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ചെല്ലുമ്പോഴൊക്കെ അവരെന്ത് പറഞ്ഞു തരുന്നോ ഞാനത് എഴുതിയെടുക്കും, ഞാനത് പഠിക്കും, സീരിയസ് ആയിട്ടത് പാടിപ്പോരും. ഈ എക്സ്പ്രഷൻ്റെ കാര്യം നേരത്തെ മോള് ചോദിച്ചു എന്നോട്. അത് എന്താ പറയുക, ചിലർ പറഞ്ഞു തരും ഇതാണ് സീനിൻ്റെ എക്സ്പ്രഷൻ ഇതാണ്, അല്ലെങ്കിൽ ഈ പാട്ടിന് ഇതാണ് എക്സ്പ്രഷൻ കൊടുക്കേണ്ടത്. ആദ്യമൊക്കെ അർത്ഥമൊന്നും അറിയില്ലല്ലോ, ഒന്നും അറിയില്ല. വേർഡ്സിൻ്റെ ആ മീനിങ് ഒന്നും അറിയാണ്ടാണ് ഞാൻ പാടിയിട്ടുള്ളത്. അതൊക്കെ പിന്നെയും തമിഴ് മനസ്സിലായതിന് ശേഷം പാടിയ പാട്ടുകളാണ്. എനിക്കൊരു ഡിഫക്റ്റ് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ അധികം വാ തുറന്ന് പാടില്ല. അത് കുറേയൊക്കെ മാറ്റി തന്നത് ജെറി അമൽദേവ് സാറാണ്. എന്നെ ഒരു പ്രൊഫഷണൽ സിംഗർ എങ്ങനെ പാടണം എന്നുള്ളൊരു ലെസൺസൊക്കെ ഞാൻ ശരിക്കും എനിക്ക് പഠിപ്പിച്ചു തന്നത് ജെറി മാഷാണ്. എൻ്റെ ആ ഇങ്ങനെ വായ കൂട്ടിപ്പോൾ ഞാൻ ചെറുതായിട്ടിങ്ങനെ യമുനയാற்றிലെ ഈരക്കാറ്റിലെ ഇങ്ങനെ പാടാം. യമുനയാற்றிലെ ഈരക്കാറ്റിലെ എന്ന് പാടുമ്പോൾ കുറച്ച് എക്സ്പ്രഷൻ മാറും. നമ്മൾ വായ കൂട്ടി പാടുന്നതും കുറച്ച് വായ തുറന്ന് പാടുന്നതും തമ്മിൽ വളരെയധികം ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഓരോ പാട്ടുകളും ഓരോ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ നമ്മൾ ഈ വായ്ക്ക് കൊടുക്കുന്ന ആ ഒരു പൊസിഷൻസ്, നമ്മുടെ ചലനങ്ങൾക്ക് കൊടുക്കുന്ന ആ മാറ്റങ്ങൾ നമ്മുടെ പാട്ടിൻ്റെ എക്സ്പ്രഷനെ മാറ്റും. അതൊക്കെ എനിക്ക് ചെറിമാഷാണ് പറഞ്ഞു തന്നത്. അപ്പം അങ്ങനെ കുറേയൊക്കെ ഇവിടുന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയിട്ടുള്ളത്. അങ്ങനെ ഓരോ മ്യൂസിക് ഡയറക്ടേഴ്സും ഇവിടെ നാട്ടിൽ പാടുമ്പോൾ ഓരോ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ക്ലാസിക്കൽ ട്രെയിൻഡ് സിംഗർ അല്ല എങ്കിലും പക്ഷെ എനിക്ക് ഇങ്ങനെ സ്റ്റുഡിയോയിൽ പാടി പല ഗുരുക്കന്മാരുടെ കയ്യിൽ നിന്നും ഒരുപാട് ടിപ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഈ റിയാലിറ്റി ഷോസിനൊക്കെ വരുന്ന കുട്ടികളുണ്ടല്ലോ, അപ്പോൾ അവർ ചിലരൊക്കെ എന്നെ ഞാൻ എൻ്റെ പേര് പറയരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. എന്നുവെച്ചാൽ അങ്ങനെ കുറേ പേര് എൻ്റെ അടുത്ത് വരാറുണ്ട്, സംശയങ്ങൾ ചോദിക്കും. അപ്പോൾ ഈ പാട്ട് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം,
ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. ഓക്കെ. പിന്നെ അങ്ങനെയാണ് ക്ലാസിക്കൽ എക്സ്പ്രഷൻ മെയിൻ ആണല്ലോ. അതെ അതെ. പാട്ടിന് എക്സ്പ്രഷൻ വേണം. പക്ഷെ ചില പാട്ടുകൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം ചിന്ന ചിന്ന ആസയ്ക്ക് ഒരു എക്സ്പ്രഷൻ്റെ ആവശ്യമില്ല. ചേച്ചീൻ്റെ പോലെ തന്നെയായിരുന്നു ചിന്ന ചിന്ന ആസൈ. ആ സിമ്പിൾ ഹമ്പിൾ ആണ്. അതാണ് പറഞ്ഞു തന്നതിനോട്. അത് റഹ്മാൻ സാറ് ഈ പാട്ട് ലിറിക്സ് തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഉന്നമാതിരി ഒരു പൊണ്ണ് പാടിക്കൊണ്ട് നടക്കുന്ന പാട്ടാണ്. വലിയൊരു വലുതായിട്ടൊരു എക്സ്പ്രഷനൊന്നും ഇതിലില്ല. അങ്ങനെ പറഞ്ഞു. അത് പറയുമ്പോൾ നമുക്കത് രണ്ടുപേരും പാടാൻ ചേച്ചി. അതോ ചിന്ന ചിന്ന ആസൈ சிறகடிக்கும் ஆசை முத்து முத்து ஆசை முடிந்து வைத்த ஆசை வெண்ணிலவு தொட்டு முத்தமிட ஆசை என்னை இந்த பூமி சுற்றி வர ஆசை சின்ன சின்ன ஆசை സിരകടിക്കും ആസൈ. ചേച്ചി ഇപ്പോൾ റഹ്മാൻ സാറിന് മീറ്റ് ചെയ്ത കാര്യവും ഈ പാട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞു. അതിനുശേഷം പൂങ്കുയിലെ എന്നൊക്കെ ഉള്ളത് ആ റോജ കഴിഞ്ഞിട്ടാണോ അതിന് മുന്നേ ഉള്ള പാട്ടാണോ ചേച്ചി? അതെല്ലാം മുന്നേ ഉള്ള സോങ്സ് ആണ് അതെല്ലാം. ഓക്കെ. അതേപോലെ മലയാളത്തിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതെല്ലാം അതിന് ശേഷമാണോ അതിന് മുന്നേ ഉള്ളതായിരുന്നു? അതിനോട് അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെയായിരിക്കും. ചേച്ചി ശരിക്കും 91 to 93 എന്ന് പറയുന്ന 94 പകുതി വരെ പാടിയിട്ടുള്ളൂ. പീക്ക് ടൈം ആയിരുന്നു ചേച്ചീൻ്റെ അല്ലേ? ഒരു സമയം പോലും ഇല്ലാതെ ആണ് ചേച്ചി ശരിക്കും. അതായത് നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ ചേച്ചി അത്രയും ബിസി ഫെയിമിൽ നിൽക്കുന്നു. പക്ഷെ ചേച്ചീൻ്റെതായ പിരിമുറുക്കങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചേച്ചി ഫേസ് ചെയ്തിട്ടുണ്ടോ? ഒരു വിഷമം അങ്ങനെ? എന്നെ അങ്ങനെ ഒരു വിഷമത്തിൽ കൊണ്ടെത്തിക്കുന്ന ആളല്ലായിരുന്നു എൻ്റെ അപ്പച്ചൻ. എന്ന് വെച്ചാൽ എന്നെ ഫ്രീ ആയിട്ട് എൻ്റെ മൈൻഡ് എപ്പോഴും ഫ്രീ ആക്കി വെക്കാൻ അപ്പച്ചൻ ശ്രദ്ധിച്ചിരുന്നു. എന്നെ ഞാനൊന്നും ചെയ്യണ്ട, വീട്ടിൽ പാടിയാൽ മാത്രം മതി. അതേപോലെ ഇപ്പോൾ മ്യൂസീഷ്യൻസിൻ്റെ തന്നെ പലതരം ഈഗോയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ സിംഗേഴ്സ് പ്രഷറൈസ് ചെയ്യുന്നത് അങ്ങനെ എന്തെങ്കിലും? എനിക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഇല്ല ഇല്ല, ഒരിക്കലും നമ്മൾ ആ വശം ചിന്തിച്ചിട്ടേ ഇല്ല. ഓക്കെ. ഞാൻ ശബ്ദം പോയതിന് ശേഷമാണ് ഈ വിഷമങ്ങൾ ഞാൻ അറിയാൻ തുടങ്ങിയത്. ചേച്ചി ശബ്ദം പോയ സമയം ശരിക്കും അതിൻ്റെ ഒരു സ്റ്റോറി ഇപ്പോൾ ചേച്ചീൻ്റെ അടുത്ത് നിന്ന് കേട്ടിട്ടുള്ളത്, രാജാ സാറിൻ്റെ ആ ഒരു സമയം പാട്ട് പാടാൻ വേണ്ടി പോയ സമയം എല്ലാവരുടെയും മുന്നിൽ നിന്ന് പറഞ്ഞു പാടരുത് എന്നുള്ളൊരിത്. ചേച്ചിക്കത് മെൻ്റലി ചേച്ചീനെ അത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് വിത്തിൻ 2-3 days കഴിഞ്ഞപ്പോഴാണ് ചേച്ചിക്ക് സൗണ്ട് പോയത് എന്ന് കേട്ടിട്ടുണ്ട്. ചേച്ചി ഏത് പാട്ടായിരുന്നു ശരിക്കും ആ ഒരു ദിവസം ചേച്ചി പാടാൻ വേണ്ടി പോയത്? രാജാ സാറിൻ്റെ ഏത് പാട്ടാണെന്നുള്ളൊരു ഓർമ്മയുണ്ടോ? ഇത് ഭയങ്കര വൈറലായിട്ട് പോകും, നമുക്കതിലേക്ക് പോകണോ? അല്ല, ഏത് പാട്ടാണെന്ന് മാത്രം ചേച്ചിക്ക് ഓർമ്മ? കാരണം എനിക്ക് രാജാ സാർ അത്രയും പ്രിയപ്പെട്ട ആളാണ്. രാജാ സാറ് എനിക്ക് അവിടെ ഒരു ചാൻസ് തന്നില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിന് മിൻമിനിയായിട്ട് ഞാനിവിടെ ഇരിക്കില്ല. അതറിയാം. അല്ല, ഞാൻ ജസ്റ്റ് ചേച്ചിക്ക് ഏത് പാട്ടാണ് എന്നുള്ളത്. അപ്പോൾ ഞാനത് പറഞ്ഞതുകൊണ്ട് പലർക്കും തെറ്റിദ്ധാരണയുണ്ട്. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു എന്താ പറയാ, അങ്ങനെ എനിക്ക് തോന്നുന്നു ചേച്ചിക്ക് അത്രയും ഇഷ്ടമുള്ള ഒരാൾ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ ഉണ്ടായ അതിൻ്റെ ഒരു വിഷമാണ്. അതാണ് അത്ര ഉണ്ടായിട്ടുള്ളൂ എന്നല്ല, അത്ര ഉണ്ടായി എന്നുള്ളത് സത്യം. അത് സത്യമാണ്. പക്ഷെ എനിക്ക് രാജാ സാറ് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. എന്നെ അത്രമാത്രം പാട്ടുകൾ തന്ന് എന്നെ എന്താ പറയുക, എന്നെ ഒരു സിംഗറാക്കിയ, ഒരു പ്രൊഫഷണൽ ഒരു സിംഗറാക്കിയ ഒരാളാണത്. അപ്പോൾ എനിക്ക് ഒരിക്കലും അദ്ദേഹത്തോട് വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ല. എനിക്കത് പാടില്ല. സത്യത്തിൽ എനിക്ക് ജീവിക്കാനൊരു മാർഗം കാണിച്ചു തന്ന വ്യക്തിയാണ് രാജാ സാർ. ഇപ്പോഴും അതുകൊണ്ട് ഞാൻ ജീവിച്ചിട്ടുമുണ്ട്. എൻ്റെ അപ്പച്ചൻ എത്രയോ പ്രാവശ്യം ഹാർട്ട് പ്രോബ്ലം വന്ന് ഹോസ്പിറ്റലൈസ്ഡായി. അന്നൊന്നും ഒരു പൈസയും ഒരാളോടും കടം മേടിക്കാതെ എൻ്റെ അപ്പച്ചനെ ട്രീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അന്നൊക്കെ ICU ചെന്നൈയിലാണെന്ന് ഓർക്കണം.
ICUവിൽ കിടക്കണം ഒരാഴ്ച. അത് കഴിഞ്ഞ് പിന്നെ റൂമിലേക്ക് മാറ്റിയാലും എത്രയായിരിക്കും ബില്ല്? നമുക്ക് ചിന്തിക്കാവുന്നതിനപ്പുറമാണ് അവിടത്തേക്ക് ബില്ല്. അപ്പം അതൊന്നും ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാതെ എനിക്കത് സോൾവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ രാജാ സാറും ഒരു കാരണമാണ്. അത്രമാത്രം പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട് സാറിൻ്റെ. ചേച്ചിനോട് അത്രയധികം ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കാം. ഇഷ്ടമാണോ എന്താ ഞാൻ പറയുന്ന ജോലി ഞാൻ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സന്തോഷം സാർ എപ്പോഴും കാണിച്ചിരുന്നു എന്നോട്. അതുകൊണ്ടായിരിക്കാം എനിക്ക് അത്രയും പാട്ടുകൾ തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതും പ്ലസ് പുറത്ത് ഞാൻ പാടിയിരുന്നു ഒരുപാട് പാട്ടുകൾ. ദേവാ സാറ്, രാജ്കോട്ടി സാറ്, രാജമണി സാറ്, നമ്മുടെ ജോൺസൺ ചേട്ടൻ, രവീന്ദ്രൻ മാഷ്, എന്താണ് S. ബാലകൃഷ്ണൻ സാറ്, S.A. രാജ്കുമാർ സാറ്, ശങ്കർ ഗണേഷ് സാറ്, ഇങ്ങനെ എണ്ണിയാലൊടുങ്ങില്ല അതുപോലെ മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ പുതിയ പുതിയ ആൾക്കാരുടെയും ഞാൻ പാടിയിട്ടുണ്ട്. ഒത്തിരി പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവരെല്ലാം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എന്നെ നല്ല രീതിയിൽ ജീവിക്കാൻ, എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെ സഹായിച്ചവരാണ് അവരെല്ലാവരും. അപ്പം അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ഞാനങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി എന്ന് പറഞ്ഞത് തെറ്റായ രീതിയിലല്ല. അപ്പം അത് അങ്ങനെ ഒരു തിരിച്ചറിവ് എനിക്ക് കിട്ടി എന്നുള്ളത് സത്യമാണ്. അതിനുശേഷം എനിക്ക് എൻ്റെ മൈൻഡ് കുറേ ഫ്രീ ആയി. അതൊക്കെ ശരിയാണ്. പക്ഷെ എന്ന് വിചാരിച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരിൽ പെട്ട ഒരാളാണ് രാജാ സാർ. ഇപ്പോഴും കോണ്ടാക്റ്റിലുണ്ടോ രാജാ? ഇല്ല, ഞാൻ ആരെയും കോണ്ടാക്ട് ചെയ്യാറില്ല. റഹ്മാൻ സാർ? ഇല്ല, ആരെയും കോണ്ടാക്ട് ചെയ്യാറില്ല. എൻ്റെ ശബ്ദം വേണം എന്ന് ആരെങ്കിലും ആഗ്രഹിച്ച് എന്നെ വിളിച്ചാൽ ഞാൻ പോവും. പണ്ടും ഇങ്ങനെ തന്നെയായിരുന്നു. ഇപ്പം മാത്രമല്ല, അത് ഞാനൊരു അഹങ്കാരിയാണ് എന്ന് ചിന്തിച്ചിട്ടാണോ എന്ന് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഞാൻ ഇപ്പോൾ ഉള്ള മ്യൂസിക് ഡയറക്ടേഴ്സിന് ചിലപ്പോൾ എന്നെ പാടിക്കാൻ സംശയം ഉണ്ടാവാം. വെറുതെ ഞാൻ ചെന്ന് ചോദിച്ച് അവർക്ക് എന്തിനാ ഒരു വിഷമം ഉണ്ടാക്കണം? അവർക്കൊരു വിഷമം വേണ്ട ചേച്ചി. പക്ഷേ അവർക്ക് ധൈര്യമുണ്ട്, എന്നെ പാടിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഞാൻ റെഡിയാണ് എന്ന് എൻ്റെ മനസ്സിലുണ്ട്. കാരണം ഞാൻ ഇപ്പം പെർഫെക്റ്റായിട്ട് പാടാൻ പറ്റും എന്ന് എനിക്ക് ധൈര്യമുണ്ട്. ആ ഒരു മാർക്കിലേക്ക് ഞാൻ എത്തി. അതുകൊണ്ടാണ് ഇപ്പം ഈ അടുത്ത് 2 പാട്ടുകൾ പാടിയത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാടണ്ട. അപ്പം എല്ലാവരും ഇങ്ങനെ പറയും, ഇത് ചേച്ചിയുടെ 2ാം വരവാണോ? 2ാം വരവും 3ാം വരവൊക്കെ കഴിഞ്ഞു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും, പാടുന്നുണ്ട്. അങ്ങനെ. ചേച്ചി വോയിസ് പോയി എന്ന് പറയുന്നത് ഒരു ചെറിയൊരു കാര്യമല്ലല്ലോ. ആസ് എ സിംഗർ ചേച്ചിക്ക് ഒന്ന് മൂളാൻ പോലും പറ്റാത്ത ഒരവസ്ഥ എന്ന് പറയുന്നത്, ചേച്ചി അത്രയും പീക്കിൽ നിന്ന സമയം ആണ്. പെട്ടെന്ന് ചേച്ചി ഡൗൺ ആ ഒരു ഇതിലേക്ക് പോകുമ്പോൾ ചേച്ചി ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല. അത് എത്ര ഈസി ആയിട്ട് നമുക്ക് പറയാൻ. നേരത്തെ മോളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ, എന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോന്നോ എന്തോ ഒരു ക്വസ്റ്റ്യൻ. അപ്പം ഞാൻ പറഞ്ഞു അപ്പച്ചൻ എന്നെ ഒന്നും അങ്ങനെ ഭാരപ്പെടുത്തിയിട്ടില്ലെന്ന്. പക്ഷേ ഓൾവേസ് ഞാൻ ഭാരത്തിൽ തന്നെയാണ്. എൻ്റെ ജീവിതം ഭാരത്തിലായിരുന്നു എന്ന് പറയാൻ. പക്ഷെ അത് ഞാൻ അറിയാതെ ഞാൻ അതിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എനിക്കെന്നും വർക്കുണ്ട്, പൈസയുണ്ട്. അപ്പം ഇതൊന്നും എന്നെ പാട്ടിനെ ബാധിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല അതൊന്നും. ഞാനതെല്ലാം ഇങ്ങനെ സോൾവ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ഇതെല്ലാം നിന്ന് കഴിഞ്ഞപ്പോൾ, അതാ ഞാൻ പറഞ്ഞത്, ഞാൻ പാടാതായപ്പോഴാണ് ഞാൻ ആ വിഷമങ്ങൾ അറിഞ്ഞത്. അപ്പം അത് ഇത്രയും എന്താ പറയുക, പറയുമ്പോൾ പിന്നെയും അത് റിപ്പീറ്റ് ചെയ്യുന്ന പോലെ തോന്നും. അല്ല, ഞാൻ ചോദിച്ചത് ചേച്ചി, ആ സമയത്ത് ചേച്ചിക്ക് ഫ്രണ്ട്സ് ആണെങ്കിലും മ്യൂസീഷ്യൻസ് ആണെങ്കിലും അതെപ്പോഴും അങ്ങനെയാണല്ലോ. ഇപ്പം നമ്മുടെ ഒരു ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമുക്ക് കുറേ പേര് പെട്ടെന്ന് ഡൗൺ സ്റ്റേജിലെത്തുമ്പോൾ എല്ലാവരും ഉണ്ടാവണമെന്നില്ല. അങ്ങനെ ഒരു ഫേസ് ചേച്ചിക്ക് ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോഴും എനിക്ക് അങ്ങനെ അധികം ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. കൂടെ പാടുന്ന പാട്ടുകാരാണ് എൻ്റെ ഫ്രണ്ട്സ്. പക്ഷെ അവരൊന്നും എപ്പോഴും നമുക്ക് ഫ്രീ ടൈം കിട്ടിയാൽ കുറച്ച് നേരം ചില്ല് ചെയ്യുക അങ്ങനത്തെ ഒരു സമയമൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. കാരണം ഞാൻ എപ്പോഴും ബിസി ആയിരുന്നു.
മനസ്സിലായോ? മനസ്സിലായി. വെറുതെ ഇരിക്കാൻ എനിക്ക് ഒരു സമയം കിട്ടിയിട്ടില്ല. ആ. ഞാൻ അങ്ങനെ ഇരുന്നിട്ടേ ഇല്ല. അപ്പൊ ഇതിന് ശേഷം ചേച്ചി ഇപ്പൊ ഇങ്ങനെ വെറുതെ പിന്നെയാണ് വെറുതെ ഇരുന്നത്. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്, ഓ ഇങ്ങനെയാണ്, വെറുതെ ഇരുന്നാൽ ഇങ്ങനെയാണ്. പിന്നെ മറ്റുള്ള ആൾക്കാർ എന്നെ അന്വേഷിച്ചില്ല എന്നൊക്കെ എനിക്ക് പരാതി പറയാം, പക്ഷേ പരാതി ഞാൻ പറയില്ല. എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നില്ല. ഇല്ല. കാരണം എന്താണെന്നറിയോ, ആർക്കും താങ്ങാൻ പറ്റാത്തൊരു വേദനയാണത്. പ്രത്യേകിച്ച് എല്ലാ സിംഗേഴ്സിനും എന്നോട് സ്നേഹമായിരുന്നു. ഇവർക്കൊക്കെ എന്നെ എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നിട്ടുണ്ടാവും. ഇത്രയും വലിയൊരു തകർച്ചയല്ലേ ഇത്. അപ്പം ഇതിൽ ഈ സമയത്ത് എങ്ങനെ കൊച്ചിനെ പോയി കാണും, എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കും? ആർക്കും ആശ്വസിപ്പിക്കാൻ പറ്റാത്തത്ര കഠിനമായിരുന്നു ആ നാളുകൾ. അതുകൊണ്ടായിരിക്കും അവരൊന്നും എന്നെ അന്വേഷിച്ച് വരാതിരുന്നത്. അതാണ് കാരണം. അല്ലാതെ എന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടോ ഇഷ്ടമില്ലാഞ്ഞിട്ടോ തള്ളിക്കളഞ്ഞതോ ഒന്നും അല്ല അത്. ആർക്കും അത് സമാധാനിപ്പിക്കാൻ പറ്റില്ല. അത് അങ്ങനെ ഒരു ഫേസാണത്. പക്ഷെ ആ സമയത്ത് എൻ്റെ കൂടെ എൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു, എൻ്റെ ജോയിച്ചൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ എത്രയൊക്കെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഓഡിയൻസ് ഇല്ലെങ്കിൽ നമുക്ക് വളർച്ചയില്ല. നമുക്കൊരു എന്താ പറയുക, ആരാധകരാണ് എപ്പോഴും നമ്മളെ, നമുക്കൊരു എനർജി തരുന്നത് ആരാധകരാണ്. പക്ഷേ ഇതേ ആരാധകർക്ക് നമ്മളൊരു മുറിയുടെ ഉള്ളിൽ ആയി പോകുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം പറ്റും, ഇപ്പം മൊബൈൽ ഫോൺ ഉണ്ട് അല്ലേ, ഇപ്പൊ സോഷ്യൽ മീഡിയ എല്ലാം ഉണ്ട്. അന്നത് പറ്റില്ല. ഇല്ല, ടിവിയിലൂടെ മാത്രമല്ലേ നമ്മൾ റേഡിയോ, ടിവിയിലിരുന്ന് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ, എന്നെ ഒന്ന് ആശ്വസിപ്പിക്കൂ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അന്ന് ഈ ആരാധകരും നിസ്സഹായരാണ്, എന്താണ് സംഭവിക്കണമെന്ന് അറിയാതെ. പക്ഷെ ചേച്ചിക്ക് ആ ഒരു സമയത്തും ചേച്ചീൻ്റെ വോയിസ് പോയ സമയത്തും റഹ്മാൻ സാറിൻ്റെ ചേച്ചി എന്തെങ്കിലും തിരിച്ചു വരണം, പാടണം എന്നുള്ള ആ ഒരു സപ്പോർട്ട് അദ്ദേഹത്തിൽ നിന്ന് അല്ലേ കുറേ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ജോൺസൺ മാഷ്. അതെ, അതിന് ശേഷമല്ലേ ചേച്ചി സൗപർണികാമൃത പാട്ട് പാടി? അല്ലല്ല, സൗപർണികാമൃതം നല്ല ആരോഗ്യമുള്ള സമയത്ത് പാടിയതായിരുന്നു പാട്ട് പാടിയത്. ഓക്കെ. ശബ്ദം പോയതിന് ശേഷം പാടിയതാണ് നമ്മുടെ ജോൺസേട്ടൻ്റെ ആശാമരത്തിൻ്റെ അതിരുന്തലയ്ക്ക്. അതൊക്കെ പാടുമ്പോൾ എനിക്ക് അസ്വസ്ഥതകളുണ്ട്. പിന്നെ കണ്ണാടിയാറ്റിൽ എന്നുള്ളൊരു പാട്ട്, പിന്നെ മുത്തേ നിന്നെ തേടി, അതൊക്കെ ഞാൻ പാടുമ്പോൾ എനിക്ക് ഇൻസെക്യൂർ അങ്ങനത്തെ ഒരു ഫീൽ ആയിരുന്നു പാട്ട് എന്ന് വെച്ചാൽ മൈക്ക് കാണുമ്പോൾ ടെൻഷൻ, പാടാൻ പറ്റില്ല, അങ്ങനെ ഒരു ബുദ്ധിമുട്ട്. ചേച്ചി വീട്ടില് ചിലപ്പോ ശരിക്കും പാടുണ്ടാവും, മൈക്കിന്റെ അടുത്ത് വരുമ്പോ എനിക്ക് പറ്റില്ല. അങ്ങനെ ആയിരുന്നു കുറേ നാളുകൾ. ചേച്ചി അതുപോലെ ഇപ്പം ഈ ഒരു ചേച്ചിന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ ഒരു ഫിലിം ആക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറി. ഒരു ഫിലിമല്ല, നമുക്ക് അതിന്റെ എപ്പിസോഡ് സിനിമ കൊണ്ട് തീരില്ലേ, സീരീസ് ആക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടല്ലേ ചേച്ചി? ഇത് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചീനെ അടുത്ത ക്യാൻസർ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലൂടെയും ചേച്ചി കടന്നു പോയിട്ടുണ്ട്. എനിക്കറിയില്ല, ചേച്ചിനോട് ചോദിക്കുമ്പോൾ ചേച്ചി അത് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത് ഭയങ്കര സിമ്പിളായിട്ടാണ് ചേച്ചി പറയുന്നത്. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ചെറിയൊരു കാര്യത്തിൽ തന്നെ സൂയിസൈഡ് ചെയ്യുന്നവരെ കുട്ടികളുണ്ട്. അവരോട് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? ജീവിതം ഒരെണ്ണല്ലേ ഉള്ളൂ, ഒരു ജീവിതമല്ലേ ഉള്ളൂ, നമ്മൾ ജീവിക്കുക, അത്രേ ഉള്ളൂ. നന്നായിട്ട് അങ്ങ് ഹാപ്പി ആയിട്ടിരിക്കുക. കിട്ടുന്ന സമയം, ഈ നിമിഷം മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. അടുത്ത നിമിഷം നമ്മുടെ കയ്യിലില്ലല്ലോ. നമുക്കറിയോ അടുത്ത നിമിഷം എന്താണ് സംഭവിക്കാൻ പോകണമെന്ന് അറിയില്ല. അപ്പോൾ ഈ നിമിഷം ഏറ്റവും നന്നായിട്ട് ജീവിക്കുക, ഏറ്റവും നല്ല മനസ്സോടെ, സന്തോഷത്തോടെ, സംതൃപ്തിയോടെ. പക്ഷെ അതെങ്ങനെ ജീവിക്കാൻ പറ്റും എന്ന് ചോദിക്കും. ഇല്ലായ്മയിലും ഞാനിങ്ങനെ തന്നെയായിരുന്നു, ഉള്ളായ്മയിലും ഞാനിങ്ങനെ തന്നെയാണ്. അത് കുറേയൊക്കെ പ്രാക്ടീസിലൂടെ പറ്റുള്ളൂ. നമുക്ക് വെറുതെ ഇരുന്ന് പറഞ്ഞാൽ സാധിക്കാവുന്ന ഒരു കാര്യമല്ല അത്. നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസിലൂടെ നമ്മൾ ആ മാനസിക നില കൺട്രോൾ ചെയ്തുകൊണ്ട്
നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അത് ചിലർക്ക് സാധിക്കില്ല, ചിലർക്ക് സാധിക്കും. എനിക്ക് സാധിച്ചു എന്ന് ഞാൻ പറയണത് എന്നെ ബലപ്പെടുത്താൻ എൻ്റെ ജോയിച്ചനും ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവവും എൻ്റെ ഫാമിലി, എൻ്റെ ചേച്ചിമാർ, എൻ്റെ ജോയിച്ചൻ്റെ ഫാമിലി, അതുപോലെ എൻ്റെ ഏറ്റവും അടുത്ത കുറേ നല്ല ബന്ധങ്ങളുണ്ട് നമുക്ക്. ഷിജോയുടെ ഫാമിലി, ജിനുവിൻ്റെ ഫാമിലി, ജെൻസി ചേച്ചി, നമ്മുടെ പാട്ടുകാരി ജെൻസി ചേച്ചി, ഇങ്ങനെ കുറേ നല്ല ആൾക്കാരെൻ്റെ കൂടെ ഉണ്ട്. ചിത്ര ചേച്ചിയായിട്ടുള്ളൊരു ബന്ധം എങ്ങനെയാണ്? ചിത്ര ചേച്ചിയെ ഞാൻ അവിടെ ആയിരിക്കുമ്പോൾ ചേച്ചി എന്നെ വന്ന് അന്വേഷിക്കാറുണ്ട്, എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് വന്നതിന് ശേഷം പിന്നെ ചേച്ചി തിരക്കില്ലല്ലേ, ഞാനങ്ങനെ ആരെയും വിളിച്ച് ബുദ്ധിമുട്ടിക്കാറില്ല. അതാണ് മെയിൻ. പിന്നെ അവരുടെ തിരക്കുള്ള ജീവിതത്തിൽ അയ്യോ മിനി എങ്ങനെ ഇരിക്കണം എന്ന് ചോദിക്കണം, അങ്ങനെ ചിന്തിക്കാനുള്ള സമയമില്ല. അത്ര തിരക്കുള്ള ഒരാളാണത്. അപ്പം അതുകൊണ്ട് പക്ഷെ ചേച്ചി എന്നെ കുറിച്ച് അറിയാറുണ്ട്. ഇപ്പോഴും അതേ സ്നേഹം. സുജാ ചേച്ചി അങ്ങനെ തന്നെ, ചേച്ചിമാർ രണ്ടുപേരും അങ്ങനെ തന്നെ. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എടുത്തു പറയാനുള്ള ഒരാൾ അരുന്ധതി ചേച്ചിയാണ്. അരുന്ധതി ചേച്ചി എനിക്ക് ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് അസ്വസ്ഥതകളുണ്ട്. എനിക്ക് സിവിയർ ആർത്രൈറ്റീസാണ്. അപ്പം ഒരു സമയത്ത് എൻ്റെ ബോഡിയൊക്കെ സ്റ്റിഫായിപ്പോയി, ഞാൻ കിടന്ന കിടപ്പ് ആയിപ്പോയി. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിലാണ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അതിനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്ത് മീൻസ് ഇങ്ങനൊരു സ്ഥലമുണ്ട്, ഇങ്ങനെ പോയി നിന്ന് ചികിത്സിക്കണം, എന്നാൽ അത് ശരിയാകും എന്നെ ധൈര്യപ്പെടുത്തിയത് അരുന്ധതി ചേച്ചിയാണ്. അതുപോലെ എൻ്റെ ഈ മെൻ്റൽ ബ്ലോക്ക് എന്ന് പറയുന്ന സാധനം, അതൊക്കെ കുറേയൊക്കെ എനിക്ക് അതിൽ നിന്നൊക്കെ ഊരി പോരാൻ എന്നെ സഹായിച്ചത് അരുന്ധതി ചേച്ചിയാണ്. പിന്നെ ഒരു ഗ്ലാഡ്സൺ സാറുണ്ട്, അദ്ദേഹമാണ് അമൃതയിൽ ഞാൻ ഈ ഇൻസിഡൻറ്റ് പറഞ്ഞപ്പോൾ അതങ്ങനെ ഒരു ഡ്രാമാറ്റിക്കായിട്ട് അത് അവതരിപ്പിക്കപ്പെടും എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ശ്രീകുട്ടൻ ചേട്ടൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു. പക്ഷെ അത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് രാജാ സാർ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരിൽ ഞാൻ ചേർത്ത് നിർത്തുന്ന ആളാണ്. ആ രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ അതെ, മറ്റുള്ളവരത് കേൾക്കുമ്പോൾ ഓ അങ്ങനെ ആയിപ്പോയി, അതെന്നെ വല്ലാണ്ട് വിഷമിപ്പിച്ചു. എനിക്കത് വളരെയധികം വിഷമം ഉണ്ടാക്കി. കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഞാനിപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിലേക്ക് മിൻമിനി എന്നുള്ളൊരു ഗായികയെ സൃഷ്ടിച്ചത് രാജാ സാറ് തന്നെയാണ്. ഒരു തർക്കമില്ല. ചേച്ചിക്ക് ആ പേര് തന്നതും രാജാ സാർ തന്നെയാണ്. മിനി എന്നുള്ള പേര് മാറ്റി മിൻമിനി, ഒരു യുണീക്ക് നെയിം അല്ലേ ചേച്ചി? മിൻമിനി. ഞാനൊക്കെ പണ്ട് മിൻമിനി ഇത് കൊള്ളാം. ഇവിടെ ഉള്ളവർ ഇപ്പോഴും ഞാൻ തമിഴത്തിയാന്ന് പറഞ്ഞിരിക്കുന്നത്. ഓ മലയാളിയാണല്ലേ ചോദിക്കും മലയാളം പറയുമ്പോൾ. ചേച്ചി ചിന്ന ആസൈ ചേച്ചിക്ക് അത്രയും ചേച്ചി സിമ്പിളായിട്ട് പാടി, അത് ഗ്ലോബലി മ്യൂസീഷ്യൻസ് എല്ലാവരും ചർച്ച ചെയ്ത ഒരു പാട്ടായിരുന്നു. അപ്പോൾ ചേച്ചി ഇപ്പോൾ പറഞ്ഞു എല്ലാവരും അത്രയും സപ്പോർട്ടാണ്, ചേച്ചീനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആ ഒരു പാട്ട് എനിക്കറിയില്ല, എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ്, അത് കുറേ പേര് ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടായിരിക്കൂലേ? എനിക്കറിയില്ല മോനെ, അത് അവരോട് ചോദിക്കണം. അവരെന്ന് പറയാനായിട്ട് അന്നൊക്കെ എല്ലാവരും ഏറ്റവും പീക്കിൽ നിന്നിരുന്ന ചിത്ര ചേച്ചി, സുജാ ചേച്ചി, ജാനകിയമ്മ, അവർക്കൊക്കെ എന്ത് ബാധിക്കാൻ ഇതൊക്കെ? എനിക്ക് തോന്നണില്ല, അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുമില്ല. അവരൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ നിൽക്കല്ലേ. ആർക്കാണ് ബാധിച്ചിട്ട്? അതേപോലെ തന്നെ ചേച്ചിന്റെ വോയിസ്, അതൊക്കെ വെറുതെ തോന്നലുകളാണ്. ചേച്ചിന്റെ വോയിസ് പോയി എന്ന് പറഞ്ഞപ്പോഴും അതിനും വേറെ സ്റ്റോറിയും പലതരത്തിലുള്ള സ്റ്റോറി. അത് അങ്ങനെയാണല്ലോ, ഒരു എന്താ പറയാ, കുറച്ച് പ്രശസ്തിയിൽ നിൽക്കുന്ന ആൾക്കാരെ കുറിച്ച് ന്യൂസുകൾ, വാർത്തകൾ ഉണ്ടാവും. അതെല്ലാം ശരിയായിക്കൊള്ളണമെന്നില്ലല്ലോ. ചേച്ചി തന്നെ ഇപ്പോൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് എന്താണെന്നുള്ളതെല്ലാം. പിന്നെ അതേപോലെ ഈ മെൻ്റൽ ട്രോമ എന്ന് പറയുന്ന സാധനത്തിന് ഇപ്പോഴും എല്ലാവർക്കും, ചേച്ചി ഇത് പറഞ്ഞിട്ടുണ്ട് മുന്നേ, ഇപ്പം നമുക്ക് സുഖമില്ലെങ്കിൽ നമുക്കത് വളരെ ഈസി ആയിട്ട് ഡോക്ടറിനെ കാണാൻ പോവാം. പക്ഷെ മനസ്സിൻ്റെ ഒരു ഇൽനെസ് ഇപ്പോഴും ആൾക്കാർ സീരിയസ് ആക്കി എടുക്കാത്ത ഒരു പ്രശ്നമാണ്. ആണ്. അപ്പം അതിനാണ് ശരിക്കും അല്ലേ നമ്മൾ ആദ്യം
ചേച്ചിക്ക് അങ്ങനെ ഒരു മെന്റൽ ട്രോമ ഉണ്ടായപ്പോൾ ചേച്ചി ശരിക്കും ആദ്യം ചെയ്യാൻ ഉണ്ടായി എന്നുള്ളത് അറിയില്ലായിരുന്നു. അറിയില്ലായിരുന്നു. ഇത് മെന്റൽ ട്രോമയാണ് എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അതെ, എത്രയോ 30 വർഷത്തിന് ശേഷമാണ് ഞാനത് മനസ്സിലാക്കിയത്. അതും ഞാൻ പറഞ്ഞു തീർന്നില്ലായിരുന്നു നേരത്തെ. ശ്രീകുട്ടൻ ചേട്ടൻ്റെ ആ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ഒരു തെറപ്പിസ്റ്റ് ഗ്ലാഡ്സൺ സാറ്, അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ള ഡോക്ടർ ആൽഫി, അയ്യോ ഡോക്ടർ ആൽഫയാണ്, എനിക്ക് മാറിപ്പോകും എപ്പോഴും ഡോക്ടറുടെ പേര്. അപ്പോൾ അവർ ആണ് എന്നോട് കുറേ സംസാരിച്ച് ഇതിനെക്കുറിച്ച് എനിക്ക് ഒരു ബോധം തന്നത്. അതിന് ശേഷമാണ് ഞാൻ കുറേയൊക്കെ ഫ്രീ ആയത്. അപ്പോൾ ഗ്ലാഡ്സൺ സാർ എന്നെ കുറേ അധികം സഹായിച്ചിട്ടുണ്ട് അതിൽ. അപ്പം അതിന് ശേഷമാണ് അരുന്ധതി ചേച്ചി വേറൊരു രൂപേഷ് സാറിനെ കുറിച്ച് പറഞ്ഞതും സാറിൻ്റെ അടുത്ത് പോയതൊക്കെ. അപ്പോൾ ഇങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒത്തിരി പേരുണ്ട്. അത് എല്ലാവർക്കും കിട്ടിക്കൊള്ളണം എന്നില്ല. അപ്പോൾ ഏറ്റവും ഞാൻ പറഞ്ഞത് നമ്മളേറ്റവും വീക്കായി പോകുന്നു എന്ന് തോന്നുന്ന സന്ദർഭങ്ങളിൽ ആരുടെയെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പ് നമുക്ക് ആവശ്യമാണ് ആ സമയങ്ങളിൽ. അങ്ങനെ ഒരു ഹെൽപ്പ് കിട്ടിയാൽ ഈ നേരത്തെ മോള് പറഞ്ഞ അപകടങ്ങളിൽ നിന്നും ഒഴിവായി നിൽക്കാം. ഒഴിവായിട്ട് നമുക്ക് സ്മൂത്തായിട്ട് പോകാം. പൈസ ഇതിന് ഏറ്റവും വലിയൊരു ഘടകവും ആണ്. ഞാൻ എന്താ പറയുക, ഞാൻ അത്ര അധികം സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരാളാണ് പൈസയ്ക്ക് വേണ്ടി. കാരണം എൻ്റെ കയ്യിലുണ്ടായിരുന്ന സമ്പത്തും എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിലുണ്ടായിരുന്നതും ഒരു 4 വീട്, ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന വീട് പോലെ ഒരു 4 വീട് ഉണ്ടാക്കാനുള്ള ഒരു സമ്പത്ത് എന്ന് ഓർത്തോളൂ. അത് മുഴുവനും എൻ്റെ ശബ്ദം ഇത് മെൻ്റൽ ട്രോമയാണെന്ന് അറിയുന്നതിന് മുൻപ് എൻ്റെ ശബ്ദത്തിന് വേണ്ടി, ശബ്ദം വരാൻ വേണ്ടി ചെലവ് ചെയ്തിട്ടുണ്ട്. ഇത് വെറുതെ പറയണതല്ല, ഇതൊരു ഭംഗിവാക്കല്ല. വിശ്വസിക്കാൻ 100% വിശ്വസിക്കാവുന്ന ഒരു സത്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ജീവിക്കുക, നമുക്കൊരു ജീവിതമേ ഉള്ളൂ. നല്ല രീതിയിൽ സന്തോഷത്തോടെ കൂടെ ഉള്ളവരെ സന്തോഷിപ്പിക്കുക. അവരിൽ നിന്നും സന്തോഷം നമുക്കും കിട്ടും. നമ്മൾ പോസിറ്റീവായി കഴിയുമ്പോൾ തന്നെ ഞാനൊരു രോഗിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കാതെ മറ്റുള്ളവരുടെ സന്തോഷത്തിലേക്ക് നമ്മൾ പങ്കുചേരുക. അപ്പം നമുക്ക് കുറച്ച് സന്തോഷം കിട്ടും. തീർച്ചയാണത്. ഇങ്ങനെ ചേച്ചിൻ്റെ പോലെ സ്മൈൽ ചെയ്തിരിക്കുക. എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ട്, ബൈജു എന്നാണ് പേര്. അവൾക്ക് 2009 ബ്രസ്റ്റ് ക്യാൻസർ വന്നു. അപ്പോൾ ഒരു ബ്രസ്റ്റ് റിമൂവ് ചെയ്തു. അതിനുശേഷം കീമോ വേണ്ട, റേഡിയേഷൻ വേണ്ട എന്ന് പറഞ്ഞു. അത്രയും പെർഫെക്റ്റ് ആണ് എന്നുള്ള ഒരു രീതിയിൽ ഒന്നും ചെയ്യാതിരുന്നു. 2011 ആയപ്പോൾ ലങ്സിൽ ക്യാൻസർ. അങ്ങനെ അത് കഴിഞ്ഞു. എൻ്റെ ട്രീറ്റ്മെൻറ്റും കീമോയും ഒക്കെ ഇങ്ങനെ കഴിഞ്ഞു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ബ്രെയിനിലായി. അങ്ങനെ ഇത് റേഡിയേഷൻ ചെയ്തു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവളുടെ ഹസ്ബൻഡിന് നാവിൽ ചെറിയൊരു പുണ്ണ് പോലെ വന്നു. അത് ക്യാൻസറായിരുന്നു. ആൾക്കത് അറിഞ്ഞ് 2 വർഷത്തിനുള്ളിൽ ആൾ മരിച്ചു. ബൈജു ഇപ്പോഴും മിറക്കിളാണത്, ഇപ്പോഴും ഉണ്ട് അവൾ. അത് ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ജീവിതമാണത് ബൈജുവിൻ്റെ. അപ്പം ഞാൻ പറയണത്, ഈ വിഷമങ്ങളെല്ലാവർക്കും വരും. വിഷമം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിൽ തന്നെ ജീവിക്കാതെ നമ്മുടെ ചുറ്റും നമ്മൾ നോക്ക്. നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ട്? നമ്മുടെ ഈ ഒരു കാരണം കൊണ്ട് മറ്റുള്ളവരുടെ സന്തോഷം കൂടി ഇല്ലാതാവുകയാണ്. തീർച്ചയായിട്ടും ഇല്ലാതാവും. പക്ഷെ അതിൽ ജീവിക്കാതെ എന്തെല്ലാം സന്തോഷങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടോ അതിലേക്കൊന്ന് ഫോക്കസ് ചെയ്ത് അത് നമ്മൾ ആസ്വദിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അതാണ് ഞാൻ ബൈജുവിൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ കണ്ടത്. അവളുടെ 2 മിടുക്കന്മാർ മക്കളുണ്ട്. ഒരാൾ പാടും, 2 പേർക്കും പാടാൻ കഴിവുണ്ട്. ഒരാളിപ്പോൾ എൻജിനീയറാണ്,
IT-ൽ, ട്രിവാൻഡ്രത്താണ്. അപ്പോൾ പപ്പ മരിച്ചു പോയി, പക്ഷെ ബൈജു ഇപ്പോഴും ജീവിക്കുന്നു. അവളുടെ ഒരു ആങ്ങള കല്യാണം പോലും കഴിക്കാതെ ബൈജുവിൻ്റെ കൂടെ ബൈജുവിന് വേണ്ടി ജീവിക്കുക. ഇങ്ങനെയൊക്കെ ഒരു ഫാമിലി ഉള്ളതാണ് ശരിക്കും ചേച്ചി നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഒരാളെങ്കിലും, അല്ലേ, നന്നായിട്ട് ഫുൾ സപ്പോർട്ട് ചെയ്യണം ഒരാളെങ്കിലും വേണം. അപ്പോൾ ചേച്ചീൻ്റെ ലൈഫിൽ ചേച്ചി കുറേ പേരുടെ പേര് പറഞ്ഞു. ജോയിച്ചൻ, അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ചേച്ചീൻ്റെ കൂടെ നിൽക്കുന്നത്. എൻ്റെ മക്കൾ, അതുപോലെ ചേച്ചി, അദ്ദേഹം ചോദിക്കാൻ വരുന്നത് ചേച്ചീൻ്റെ മക്കളെ കുറിച്ചിട്ടൊന്ന് പറയാമോ? മക്കള്, എനിക്കിപ്പം ക്യാൻസർ വന്ന സമയത്ത് ഞാൻ എൻ്റെ മക്കളോട് ആകെ ആവശ്യപ്പെട്ടത്, മോനെ നമ്മുടെ വീട്ടിൽ, ഞങ്ങളുടെ വീടിനൊരു പ്രത്യേകത, ഞാൻ എൻ്റെ പണ്ട് തുടങ്ങിയ എൻ്റെ വീട് അങ്ങനെയാണ്. ആര് വന്നാലും ഏറ്റവും സന്തോഷത്തോടെ തിരിച്ചു പോകണം. എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഉണ്ടായിരുന്ന സമയം, ആ സമയം മുതലേ അങ്ങനെയാണ്. വീട്ടിലെപ്പോഴും ഗസ്റ്റ് വരും. എല്ലാവരും സന്തോഷിക്കാനും കുറച്ച് നേരം ചിരിക്കാനും പാട്ട് കേൾക്കാനും വേണ്ടിയാണ് നമ്മുടെ വീട്ടിൽ വരിക. ആ മൂഡ് നമ്മൾ കളയരുത്. നമ്മുടെ വീടിന് ഒരു സ്വഭാവമുണ്ട്. നമ്മുടെ വീടിൻ്റെ സ്വഭാവം സ്നേഹമാണ്, സ്നേഹവും സന്തോഷമാണ്. അപ്പോൾ അവിടെ കഞ്ഞിയാണെങ്കിൽ കഞ്ഞി എന്താണുള്ളത് അത് കഴിച്ചിട്ട് പോകും ആര് വന്നാലും. അപ്പോൾ ആ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമ്മൾ ആകെ തകർന്നു പോകും. അപ്പം അതുകൊണ്ട് ഈ മമ്മിക്ക് വന്ന അസുഖം എല്ലാ വീടുകളിലും ഉണ്ട്. ഇപ്പോൾ പനി വരുന്ന പോലെയാണ്. മമ്മിക്ക് ഇതാണല്ലോ എന്ന് വിചാരിച്ച് മക്കൾ കരഞ്ഞ് സമയം കളയാതെ, നമുക്ക് എത്ര സമയം കിട്ടുമോ അത്രയും സമയം സന്തോഷമായിട്ട് തന്നെ ഇരിക്കണം. അതുകൊണ്ട് എൻ്റെ വീടിന് ഒരു സ്വസ്ഥത ഉണ്ടായിരുന്നു, സമാധാനം ഉണ്ടായിരുന്നു. സർജറി കഴിഞ്ഞ് ഞാൻ വന്നെങ്കിലും എൻ്റെ വീട്ടിൽ എന്തൊരു സമാധാനമായിരുന്നു. എൻ്റെ മൂത്ത ചേച്ചി ഗ്രേസ് ചേച്ചി എന്നെ നോക്കാൻ വന്നു. ചേച്ചിമാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോൾ അതാ പറയണേ, എനിക്ക് എൻ്റെ ചുറ്റുമുള്ളവരെപ്പോഴും സന്തോഷമായിട്ടിരിക്കണം, സമാധാനമായിട്ടിരിക്കണം. ഞാൻ അനുഭവിക്കുന്ന സമാധാനം എൻ്റെ കൂടെയുള്ളവരും അനുഭവിക്കണം എന്ന് കുഞ്ഞിലേ മുതൽ എൻ്റെ അപ്പച്ചനും അങ്ങനെയായിരുന്നു. എനിക്ക് തോന്നുന്നത് ചേച്ചിൻ്റെ അപ്പച്ചൻ തന്ന കുറേ നല്ല ലെസൺസ് ഉണ്ട് ചേച്ചിൻ്റെ ഫാമിലി. അപ്പോൾ അത് തന്നെയായിരിക്കും ചേച്ചിൻ്റെ മക്കൾക്കും ഇപ്പോൾ ആണ്. അവർ രണ്ടുപേരും മ്യൂസിക്കിൽ തന്നെയാണ്. മോൻ കുറേ മലയാള പടങ്ങൾക്ക് വേണ്ടി അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് പ്രൊഡക്ഷനാണ്, പാടിയിട്ടുമുണ്ട്. ഇരുവഴിയേ സ്വയം എന്നുള്ളൊരു പാട്ട്, ഓപ്പറേഷൻ ജാവ, ആ രണ്ടുപേരും പാടും. മോള് വെസ്റ്റേൺ ആണ് ഇഷ്ടം. അവളതാണ് എക്സാം 8th ഗ്രേഡ് പാസ്സായതാണ് ട്രിനിറ്റിയുടെ വെസ്റ്റേൺ വോക്കൽ. അവൾ ക്ലാസ് എടുക്കുന്നുമുണ്ട്. പിന്നെന്താ, അവളിപ്പോൾ കാനഡയിലാണ്. മക്കൾ രണ്ടുപേരും അവിടെയാ. അവർ രണ്ടുപേരും മ്യൂസിക് പ്രൊഡക്ഷനും മ്യൂസിക് ബിസിനസ്സും പഠിക്കാൻ പോയതാണ്. അപ്പം മോനിപ്പോൾ ഞങ്ങളുടെ സ്കൂളിൻ്റെ ഈ ഓപ്പണിംഗ് സെറിമണിയോടനുബന്ധിച്ച് വന്നിട്ടുണ്ട്. മോളിപ്പോഴും അവിടെ. ഓക്കെ ചേച്ചി, നമുക്ക് 1-2 കാര്യം കൂടി ജസ്റ്റ് പറയാൻ. ചേച്ചിൻ്റെ അധികം സമയം എടുക്കുന്നില്ല. ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ചേച്ചിൻ്റെ ലൈഫും എന്താ ഇത്ര ബ്യൂട്ടിഫുള്ളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചേച്ചി. ഇനി ഞങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു 2 വരാൻ വേണ്ടി പോകുന്നുണ്ട്. ഇനി ഞങ്ങൾക്ക് കുറേ അധികം മൂവീസ് ചേച്ചി പറഞ്ഞാൽ എല്ലാവർക്കും അവസരം ഉണ്ടാവട്ടെ, എല്ലാവർക്കും ഉണ്ടാവട്ടെ, നല്ല കാര്യം, എല്ലാവർക്കും ഉണ്ടാവണം, എല്ലാവരും പാടണം. ചേച്ചീൻ്റെ കുറേയധികം ഗാനങ്ങൾ ഞങ്ങൾക്ക് മലയാളികൾ, തമിഴ്, എല്ലാവർക്കും, എനിക്ക് തോന്നുന്നു 7 ലാംഗ്വേജസിൽ പാടിയിട്ട് എല്ലാവർക്കും ചേച്ചിയുടെ പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. ഇനിയും കുറേ പാട്ടുണ്ടാവട്ടെ. ഞാൻ ഒരു കാര്യം, ചേച്ചിൻ്റെ വീഡിയോ കാണുമ്പോഴേ എനിക്ക് ചേച്ചിൻ്റെ പണ്ടത്തെ ആ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, മുടി കെട്ടുന്നത്. ഇത് മുടിയൊക്കെ പോയി എൻ്റെ ട്രീറ്റ്മെൻറ്റിനൊക്കെ ശേഷം. റേഡിയേഷനൊന്നും ചെയ്തില്ല, കീമോയും ചെയ്തില്ല. പക്ഷെ എനിക്ക് അത് വല്ലാണ്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് മുടി കംപ്ലീറ്റ് ബ്യൂട്ടിഫുൾ ചേച്ചി, നോക്കിയിരിക്കാൻ തന്നെ നല്ല ഭംഗിയാണ്. ഐബ്രോസ് ഒക്കെ പോയി. ഐബ്രോസ് ഒക്കെ ചേച്ചിയുടെ കണ്ണ് കഥ പറയുന്നു എന്നുള്ള പോലെയാണ്. അത് ചേച്ചിക്ക് അങ്ങനെ തോന്നുന്നതായിരിക്കും ചേച്ചീനെ കുറിച്ചിട്ട്. ചേച്ചി അത്രയും ഹംബിളായിട്ടാണ് ചേച്ചി സ്റ്റാർട്ടിങ് മുതലല്ലാതെ. ഞാൻ അതാ പറഞ്ഞ ചേച്ചി ഒരു വെള്ളരിപ്രാവ് തന്നെയാണ്. അപ്പോൾ എനിക്ക് 1-2 പാട്ട് അതുകൂടി ഒന്ന് പാടിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും പറഞ്ഞതിൽ ചേച്ചി ഓൾ ദി ബെസ്റ്റ്. ചേച്ചിൻ്റെ മക്കൾക്കാണെങ്കിൽ എല്ലാം ദൈവം സർവേശ്വരൻ. ജോയിച്ചൻ്റെ കൂടെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ഹാപ്പി ആയിട്ട് അങ്ങ് പോവാം. ജോയിച്ചന് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണെന്നറിയോ? ഡ്രൈവ് ചെയ്ത് ട്രാവലിംഗ്. അത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യും. മക്കളും എവിടെ പുറത്തേക്ക് അങ്ങനെ അധികം പോവാറില്ല. ഇയേർലി പോകുമോ? അങ്ങനെയല്ല, ടൈം കിട്ടുമ്പോഴൊക്കെ മൂന്നാറ് അങ്ങനെയൊക്കെ ചെറിയ ചെറിയ സ്ഥലത്തേക്ക്. പിന്നെ പണ്ട് എപ്പോഴും നമ്മൾ ഫോറിൻ ടൂർ തന്നെ ആയിരുന്നല്ലോ കുറെ വർഷങ്ങളോളം. 89 സ്റ്റാർട്ട് ചെയ്തതാണ് എൻ്റെ ഫോറിൻ
യാത്രകൾ. അത് 96-96 കുറേ ഇങ്ങനെ ഷോസൊക്കെ വരും. പക്ഷെ പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും ഒരു ഗസ്റ്റായിട്ട് വരാൻ പറയും. അങ്ങനെയൊക്കെ കുറേ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ നാളിപ്പോൾ അസുഖങ്ങളിലേക്ക് വന്നപ്പോൾ യാത്രകൾ കുറച്ചു, പുറത്തേക്കുള്ള. പിന്നെ പൈസ വേണമല്ലോ പുറത്തേക്ക് പോകണമെങ്കിൽ. ഫാമിലി ഒന്നിച്ചൊക്കെ പോകണമെങ്കിൽ നമ്മൾ അതുപോലെ പൈസ കയ്യിൽ വേണം. അപ്പം അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ പോകാറില്ല. ഞങ്ങൾ ചെറിയ ചെറിയ സ്ഥലത്തൊക്കെ പോവും, നല്ലോണം എൻജോയ് ചെയ്യും. ഞാനിപ്പോഴും ബൈക്കിൽ യാത്ര ചെയ്യും ചേട്ടൻ്റെ കൂടെ. ഇന്നലെ കൂടി ഞാൻ പോയി ബൈക്കിൽ. എനിക്കിഷ്ടമാണ് അങ്ങനെ. അയ്യോ സെലിബ്രിറ്റീസ് അങ്ങനെ അങ്ങനെ സെലിബ്രിറ്റി ആണെങ്കിലും പക്ഷെ നമുക്കൊരു കുഞ്ഞ് ലൈഫല്ലേ ഉള്ളൂ. ഈ ലൈഫ് എനിക്ക് പറ്റുന്ന പോലെ ഞാൻ സന്തോഷിക്കാം. അതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എനിക്ക് അങ്ങനെ അയ്യോ കാറുണ്ടെങ്കിലേ ഞാൻ പോവുള്ളൂ അങ്ങനെയൊന്നുമില്ല. ഞാൻ സ്കൂട്ടറിലും പോവും, ബൈക്കിലും പോവും, സൈക്കിളിൽ പോകണോ സൈക്കിളിൽ ഞാൻ പോവും. അങ്ങനെ ചിലപ്പോൾ അതിൻ്റെതായ ഒരു എന്താ പറയുക, ചിലർക്ക് അത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഞാൻ എങ്ങനെ വേണമെങ്കിലും യാത്ര ചെയ്യും. ഇതാണ് എൻ്റെ നിമിഷം, ഈ നിമിഷം ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നു, ദൈവത്തിന് നന്ദി. സൂപ്പർ. അത്രേ ഉള്ളൂ. ചേച്ചി ഇങ്ങനെ യാത്രയ്ക്ക് പോകുമ്പോൾ ചേച്ചിൻ്റെ പാട്ടെല്ലാം കേൾക്കുമ്പോൾ അത് ഞാനേ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയൊരു സംഭവമാണ് ഞാൻ പറയണത്. എന്ന് വെച്ചാൽ എനിക്ക് നിങ്ങൾ ഞെട്ടുമെന്ന് എനിക്കറിയില്ല. ഈ അടുത്തൊരു 2-3 മാസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ഒരു ഫങ്ഷന് പോയി. അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ചേട്ടൻ എൻ്റെ കുറേ തമിഴ് പാട്ടുകൾ കാറിലിട്ടു. ഞങ്ങളിവിടെ എത്താറായിട്ട് എൻ്റെ പാട്ടുകൾ തീർന്നിട്ടുണ്ടായില്ല. അത്രമാത്രം പാട്ടുകൾ. അപ്പം ഞാൻ ഇവിടെ എത്താറായപ്പോഴും ഞാൻ ചേട്ടൻ്റെ അടുത്ത് ഇത്രയും നേരമായിട്ടും എൻ്റെ പാട്ടുകൾ തീർന്നില്ല. ഇല്ല മിനി, തമിഴ് മാത്രമാണത്, ഫിലിം സോങ്സ് ഉണ്ടല്ലോ. അപ്പോൾ അപ്പോഴാണ് ഞാൻ ശരിക്കും അയ്യോ ഇത്രയധികം പാട്ടുകളോ ദൈവമേ. ഞാനിതൊന്നും മനസ്സിലാക്കാതെയാണ് മോനെ ഇതൊക്കെ പാടിയിരുന്നത്. ഇത്രയും നമ്പറുകൾ ഞാൻ പാടിയിട്ടുണ്ട്. ഇതൊന്നും ഇപ്പോഴാണ് ഞാനതൊക്കെ ചിന്തിക്കുന്നത് ശരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തെലുങ്കോ കന്നഡോ അത് 3ആണ്. മലയാളം പക്ഷെ അത്രയൊന്നുമില്ല. ഈ ലാംഗ്വേജസിലാണ് കുറേ അധികം പാട്ട്. അതാ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഇത്രയൊക്കെ ഇത്രയും ദൈവം എനിക്ക് അനുവദിച്ചല്ലോ. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അന്ന് മനസ്സിന്. എന്നുവെച്ചാൽ ഈ കുഞ്ഞു ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം ദൈവം തന്നു. നമ്മളില്ലായ്മകളല്ലേ ചിന്തിക്കാറ്. പക്ഷെ എനിക്ക് എന്തെല്ലാം ദൈവം തന്നേക്കണു, അതെല്ലാം ഞാൻ നന്ദിയോടെ ഓരോ നിമിഷവും നന്ദിയോടെ ഓർക്കുന്നു. എല്ലാവരെയും എന്നും ഞാൻ മുടങ്ങാതെ ചെയ്യുന്ന കാര്യങ്ങളാണ്. എനിക്ക് വേണ്ടി ഒരുപാട് പേര് ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. പിന്നെ എല്ലാ ലോകത്തിലെ എവിടെയൊക്കെ സിംഗേഴ്സ് ഉണ്ടോ അവർക്കെല്ലാം ശബ്ദം കൊണ്ട് ആരെല്ലാം ജീവിക്കുന്നുണ്ടോ അവരുടെ എല്ലാം ശബ്ദങ്ങളെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ മുടങ്ങാതെ ചെയ്യുന്ന കാര്യം എന്നുവെച്ചാൽ ശബ്ദം ഇല്ലാതായാൽ എത്രത്തോളം വിഷമിക്കും എന്നുള്ളതിൻ്റെ ആ ഒരു എക്സ്ട്രീം കണ്ട ആളാണ് ഞാൻ. അപ്പം അതില്ലാതായാലുള്ള എല്ലാവർക്കും ഒന്നും പിടിച്ചു വെക്കാൻ പറ്റില്ല. പറ്റില്ല. പക്ഷെ എനിക്കത് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ മെസ്സേജ് എല്ലാവർക്കും എത്തിക്കണ്ടേ, വേണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. എൻ്റെ സമാധാനത്തിന് എൻ്റെ പ്രാർത്ഥന കൊണ്ട് അവർക്ക് ഗുണം ഉണ്ടാവണുണ്ടോ എന്നുള്ളതല്ല ഞാൻ ചിന്തിക്കുന്നത്. പക്ഷെ എൻ്റെ മനസ്സിൻ്റെ ഒരു തൃപ്തിയാണത്. എല്ലാ ശബ്ദം കൊണ്ട് ജീവിക്കുന്ന എല്ലാവരെയും എൻ്റെ ശബ്ദത്തിനോടൊപ്പം സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഓക്കെ, ഇത്രയും നേരം സ്പെൻഡ് ചെയ്തതിലും ഇത്രയധികം കാര്യം സംസാരിച്ചതിലും താങ്ക് യു സോ മച്ച്. ചേച്ചീൻ്റെ ഈ ഒരു ലൈഫ് ശരിക്കും മറ്റുള്ളവർക്കൊരു പ്രചോദനമാണ്.
ഒരു ഫിലിം വരട്ടെ. എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുറേ അധികം സീരീസിൽ അടങ്ങുന്നൊരു മൂവി മക്കളെപ്പോഴും പറയും എഴുതും മമ്മി. ചേച്ചി എന്തായാലും അത് ചെയ്യണം, എന്തായാലും വരട്ടെ. അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച് ചേച്ചി. താങ്ക്സ്.